അതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞെന്താ, അതൊക്കെ റൂഹ സിഫാത്തുൽ മുജ്തഹിദിനെ മുറജിഹാത്തിനെ എന്ത് ചെയ്തു, അവർ പറഞ്ഞു. ഈ താരീഫിൽ ഉസൂലിൻ്റെ രണ്ട് താരീഫുകളിലും പറഞ്ഞു അൽ മൗദൂഇന് ബയാനിമായ തവഖഫ് അലയിൽ ഫിഖ്. എന്താണ് ഫിഖ് ഏതൊന്നിൻ്റെമേൽ നിലകൊള്ളുന്നു ആ ഒന്നിനെ ബയാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് ഉസൂൽ ഫിഖ് എന്നുള്ളത്. അപ്പോൾ ഉസൂൽ ഫിഖിൻ്റെ താരീഫിൽ എന്ത് ചെയ്തു, അവർ രണ്ടിനെയും പറഞ്ഞു. ആ ഫിഖ് തവഖുഫാവുന്ന ഒന്നിനാലാണ് മിൻ അദില്ലത്തിഹി, ആ ഫിഖിൻ്റെ തെളിവുകളാൽ, അതിൻ്റെ ഉസൂൽ തെളിവുകളാൽ. ലാക്കിൻ ഇജ്മാലിയ, പക്ഷേ എല്ലാ തെളിവും എല്ലാം എന്താണ് ഇജ്മാലിയ തെളിവുകളാൽ. അതിനെപ്പറ്റി പറഞ്ഞു ഉസൂൽ ഫിഖിൻ്റെ താരീഫിൽ പറഞ്ഞു. കമാ തക്കദ്ദമ, മുന്തി പറഞ്ഞതുപോലെ ദൂന തഫ്സീരിയത്തി, ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്, ഇജ്മാലിയ തെളിവുകൾ മാത്രമാണ്, എന്തില്ല തഫ്സീരിയെ കൂടാതെ. കസറത്തിഹ ജിദ്ദ, തഫ്സീരിയ തെളിവ് എന്ന് പറയുന്നതാണ് ധാരാളം ഉള്ളതാരമായിട്ട് എന്തില്ല അതിനെ പരിഗണിക്കുന്നില്ല. ഇജ്മാലിയ തെളിവുകളായിട്ട് ഫിഖ് ഏതൊന്നിൻ്റെ നിലകൊള്ളുന്നു അതിനെ സംബന്ധിച്ച് എന്ത് ചെയ്തു ഉസൂൽ ഫിഖിൻ്റെ താരീഫിൽ പറഞ്ഞു. പിന്നെ അമിനൽ മുറജിഹാത്തി, എന്തിനേം പറഞ്ഞു, മുറജിഹാത്തുകളാലും, മിൻ അദില്ലത്തിഹി എന്ന് പറഞ്ഞില്ലേ, അത് കത്തിപ്പാണ്. അമിനൽ മുറജിഹാത്തി, മുറജിഹാത്തിനെ കുറിച്ചും ബയാൻ ചെയ്യുന്നതിന് വേണ്ടി. സിഫാത്തിൽ മുജ്തഹിദിന്റെ സിഫത്തിനെ കുറിച്ചും. അപ്പം ഫിഖിൻ്റെ തെളിവുകളാലും മുറജിഹാത്തുകളാലും മുജ്തഹിദിന്റെ സിഫത്തുകളാലും ഏതൊന്നിൻ്റെ മേലാണോ ഫിഖ് നിലകൊള്ളുന്ന ആ ഒന്നിനെ ബയാൻ ചെയ്യാൻ വേണ്ടി വയ്ക്കപ്പെട്ട ഉസൂൽ ഫിഖിൻ്റെ രണ്ട് താരീഫിൽ എന്ത് ചെയ്തു, ഇത് മൂന്നും ആര് പറഞ്ഞു, മറ്റുള്ള ഉലമാക്കൾ പറഞ്ഞു. എന്താണ് തർജ്ജുമാലിയ തെളിവുകളെ പറ്റി പറഞ്ഞു, മുറജിഹാത്തിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ സിഫാത്തുൽ മുജ്തഹിദിനെ പറ്റി പറഞ്ഞു. പക്ഷെ മുസന്നിഫ് എന്ത് ചെയ്തു, മുസന്നിഫ് വീഴ്ത്തിക്കളഞ്ഞു. കമാ അലിംത, നീ അറിഞ്ഞതുപോലെ, ലിമാ കാലഹു, മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല പറഞ്ഞിട്ടുള്ളൊരു കാര്യം കാരണമായിട്ട്. എന്തുകൊണ്ട് മുസന്നിഫ് മുറജിഹാത്തിനെയും സിഫാത്തുൽ മുജ്തഹിദിനെയും എവിടെ പെടുത്തിയില്ല, ഈ ഉസൂൽ ഫിഖിനെ താരീഫിൽ പെടുത്തിയില്ല. അൽ ഉസൂലുൽ ഫിഖി അതിൽ എന്താണ് അതിലത്തല്ല, അതിൽ ഫിഖ് ഇജ്മാലിയായ ഫിഖിൻ്റെ തെളിവുകളാണ്. ബസ് ഇത്ര പറഞ്ഞോളൂ. പിന്നെന്താ പറഞ്ഞ മാരിഫത്തു, അത്രേ പറഞ്ഞോളൂ. മനസ്സിലായില്ലേ? എന്തിനാ പറഞ്ഞില്ല, ഈ മുറജിയാത്തിനെയും സിഫാത്തുൽ മുജ്തഹിദിനെയും എന്തില്ല പറഞ്ഞില്ല. മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഈ മുറജിയാത്തിനെയും സിഫാത്തുൽ മുജ്തഹിദിനെയും ഉസൂൽ ഫിഖിൻ്റെ താരീഫിൽ നിന്നും ഒഴിവാക്കി വീഴ്ത്തിക്കളഞ്ഞു. കമാ അലിംത, നീ മനസ്സിലാക്കിയതുപോലെ. എന്തുകൊണ്ട് വീഴ്ത്തിക്കളഞ്ഞു അതിന് കാരണം പറയണം. ലിമാ ഖാലഹു, അത് മുസന്നിഫ് പറഞ്ഞൊരു കാര്യം കാരണമായിട്ട്. എന്താണ് കാര്യം, അത് മിൻ അന്ന, നിശ്ചയമായി മുറജിഹാത്തും സിഫാത്തുൽ മുജ്തഹിദുമാകുന്ന ലൈസത്ത് മിൻ ഉസൂലി, ഇതല്ല, അത് ഉസൂലിൽ പെട്ടതല്ല, ഫിഖിൻ്റെ തെളിവുകളുടെ കൂട്ടത്തിൽ പെട്ടതല്ല. പിന്നെന്താണ്, വൈന്നമാ തുദുക്കറു, നിശ്ചയമായും ഈ മുറജിഹാത്തിനെ സിഫാത്തുൽ മുജ്തഹിദിനെ പറയപ്പെടും ഫി കുതുബി, ഉസൂൽ ഫിഖിൻ്റെ കിതാബുകൾ അതിനെ പരാമർശിക്കപ്പെടും. തവഖുഫി മഅരിഫത്തിഹി അലാ മഅരിഫത്തിഹ, കാരണം പരാമർശിക്കപ്പെടാനുള്ള കാരണം തവഖുഫി മഅരിഫത്തിഹി, ഈ ഉസൂൽ ഫിഖിനെ മനസ്സിലാക്കാൻ നിലകൊണ്ട കാരണമായിട്ട് അലാ മഅരിഫത്തിഹ, ഈ മുറജിഹാത്തിനെയും സിഫാത്തുൽ മുജ്തഹിദിനെയും മനസ്സിലാക്കുന്നതിൻ്റെ മേൽ നിലകൊണ്ട കാരണമായിട്ടാണ് അതിനെപ്പറ്റി പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് പെരുമ്പാവൂരിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമുക്ക് നെൻസർ റോഡ് വഴി പോകേണ്ടി വരും. പക്ഷേ ഇവിടുന്ന് എന്താണ് മണ്ണൂർ വഴി, കീഴിലെ വഴി, പുല്ലുവഴി പോകുന്ന ആ റോഡ് എന്തല്ല, പെരുമ്പാവൂരല്ല. മനസ്സിലായില്ലേ? എന്നതുപോലെ മുറജിഹാത്തും സിഫാത്തുൽ മുജ്തഹിദിലൂടെ നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റുള്ളൂ, ഉസൂൽ ഫിഖിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അതിലത്ത് മാത്രമാണ് എന്നാണ് ആരുടെ കാഴ്ചപ്പാട്, മുസ്ലിം റഹ്മത്തുള്ളാഹി തആല. ഫൈന്നമാ തുദ്കുറു ഫി കുതുബി, അതിലേക്കുള്ള അത് നിലകൊള്ളുന്ന വഴിയായതിൻ്റെ പേരിൽ എന്ത് ചെയ്യും, ഇവയോടെ പരാമർശിക്കും, ഇതിൻ്റെ കിതാബുകളിൽ പരാമർശിക്കുകയും ചെയ്യും. ഫൈന്നമാ തുദ്കുറു ഫി കുതുബി, നിശ്ചയമായും മുറജിഹാത്തിനെ സിഫാത്തുൽ മുജ്തഹിദിനെ പരാമർശിക്കപ്പെടും. ഫി കുതുബി, ഉസൂൽ ഫിഖിൻ്റെ കിതാബിൽ പരാമർശിക്കപ്പെടും. തവഖുഫി മഅരിഫത്തി, കാരണം ഉസൂൽ ഫിഖിനെ മനസ്സിലാക്കുന്ന നിലകൊണ്ട കാരണമായിട്ട് അലാ മഅരിഫത്തിഹ, എന്നതിൻ്റെ മേൽ ഇവയെ ഈ മുറജിഹാത്തിനെ സിഫാത്തുൽ മുജ്തഹിദിനെ മനസ്സിലാക്കുന്നതിന് മേൽ തരീഖുന്നിലൈ, കാരണം നിശ്ചയം അതിലേക്കുള്ള വഴിയാണ്. ഉദാഹരണമായിട്ട് സർഫ് നെഹ്വു അറിയാൻ പറ്റില്ല, ഉസൂൽ ഫിഖ് അറിയാൻ പറ്റുമോ? അറബ് ഭാഷ അറിയാൻ ഉസൂൽ ഫിഖ് അറിയാൻ പറ്റുമോ? ഇസ്ലാം ദീൻ അറിയാൻ ഉസൂൽ ഫിഖ് അറിയാൻ പറ്റുമോ? അല്ലേ? അപ്പോൾ എന്ന് വെച്ചാൽ ഉസൂൽ ഫിഖ് ആണോ? അല്ലല്ലോ. ഇസ്ലാം ദീൻ എന്ന് വെച്ചാൽ ദീനിയാത്തായ കാര്യങ്ങൾ, പിന്നെ നമ്മൾ ചെയ്യുന്ന ഫിഖ്ഹിയ അമലുകൾ, അല്ലേ, ഒരു വിശ്വാസം, അതവിടെ വരുന്നില്ല, ഉസൂൽ ഫിഖിൽ വരുന്നില്ലല്ലോ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അവന് ഒത്തിരി വഴികളുണ്ടാവും. സർഫ് അറിയണം, നെഹ്വ് അറിയണം, മനസ്സിലായില്ലേ? അതൊന്നും എന്തല്ല ഉസൂൽ ഫിഖ്, അതൊക്കെ വേറെ വേറെ വിജ്ഞാനങ്ങളാണ്. ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ അതില്ല, അതില്ലത്തുൽ ഫിഖ് ഇജ്മാലിയ. ഇതാണ് ആരുടെ വീക്ഷണം, മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല വീക്ഷണം. കാല
وذكرها حينئذ في تعريف الأصولي كذكرهم في تعريف الفقيه. കാല മുസ്ലിം റഹ്മത്തുള്ളാഹി തആല തുടർന്ന് പറയുന്നു എന്ന് ആര് പറയുന്നു? ഷാരിയ അലിമ റഹ്മത്തുള്ളാഹി തആല പറയാണ്. വദക്കറഹ മുസന്നിഫ് അതിനെ പറഞ്ഞു, മുർജിഅത്തിനെയും സിഫാത്തുൽ മുജ്തഹിദിനെയും പറഞ്ഞു. ഹീനഇദിൻ ഈ സാഹചര്യത്തിൽ, ഏത് സാഹചര്യത്തിലാണ്? ഈ ഉസൂൽ ഫിഖിലേക്കുള്ള വടിയായിട്ടും ഉസൂൽ ഫിഖിനെ മനസ്സിലാക്കൽ എന്തിനെ നിലകൊള്ളുന്നു? മുർജിഅത്തിൻ്റെയും സിഫാത്തുൽ മുജ്തഹിദിനെയും നിലകൊള്ളുന്ന കാരണമായിട്ട് മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അലൈഹി എന്ത് ചെയ്തു? ഈ മുർജിഅത്തിനെയും സിഫാത്തുൽ മുജ്തഹിദിനെയും പറഞ്ഞു ഈ താരീഫിൽ ഉസൂലി. ഏത് താരീഫിലാ? ഉസൂലിയുടെ താരീഫ് പറഞ്ഞു. തൊട്ടുമുമ്പ് പറഞ്ഞല്ലോ ഉസൂലി എന്ന് വെച്ചാൽ ആരാണ്? ഈ തെളിവുകൾ അറിയുന്ന ആളും പിന്നെന്താണ് മുറജിയാത്തിനെ കുറിച്ച് അറിയുന്ന ആളും പിന്നെന്താണ് സിഫാത്തുൽ മുജ്തഹിദിനെ കുറിച്ചും അറിയുന്ന ആളെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ അത് പറയാൻ കാരണം എന്താണ്? ഇതിൻ്റെ വഴിയായിട്ടും ഇത് നിലകൊള്ളുന്ന കാരണമായിട്ടാണ് ഈ മുറജിയാത്തിനെ സിഫാത്തുൽ മുജ്തഹിദിനെ ഉസൂലിൻ്റെ താരീഫിൽ മുസ്ലിം എന്ത് ചെയ്ത് പറഞ്ഞത്. അത് മുസ്ലിം വേറെ കിതാബ് പറയേണ്ടത്. എന്തുകൊണ്ട് ഞാനവിടെ പറഞ്ഞെന്ന് പറയണ്ടേ? അത് പറഞ്ഞ കാല മുസ്ലിം പറഞ്ഞു ഓതക്കറഹ. ഈ മുർജിഅത്തിനെയും സിഫാത്തുൽ മുജ്തഹിദിനെയും എന്ത് ചെയ്തു? മുസ്ലിം റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു എന്ന് പറഞ്ഞു. ഈ സാഹചര്യം ഏതാ? ഉസൂൽ ഫിഖിന്റെ ഉസൂൽ ഫിഖാവുന്ന ഈ ഇജ്മാലിയ അദില്ലത്തുകളെ മനസ്സിലാക്കുന്നതിനുള്ള വഴിയാണത് മുർജിഅത്തുൽ സിഫാത്തുൽ മുജ്തഹിദ്. പിന്നെന്താ? ഈ മുർജിഅത്തുൽ സിഫാത്തുൽ മുജ്തഹിദിന്റെയും നിലകൊള്ളുന്നത് ഈ ഉസൂൽ ഫിഖിനെ മനസ്സിലാക്കൽ. ഇക്കാരണത്താൽ ആ സാഹചര്യത്തിൽ അതിനെ പറഞ്ഞു ഫി താരീഫിൽ ഉസൂലി. ഉസൂലി അവിടെയാണ്ടോ? ഉസൂലിയുടെ താരീഫിൽ എന്ത് ചെയ്തു? അതിനെ പറഞ്ഞു കദിക്രിഹിം ഫി താരീഫിൽ ഫഖീ. അതിന് മുസ്ലിമിന് ഇങ്ങനെ ഒരു ഉദാഹരണമുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നല്ല, അതിനെന്തെങ്കിലും ഒരു ഉപമയുണ്ടോ? ഒരു മാതൃകയുണ്ട്. കദിക്രിഹിം ഫഖാക്കൾ പറഞ്ഞതുപോലെ ഫി താരീഫിൽ ഫഖീഹിൻ്റെ താരീഫിൽ പറഞ്ഞതുപോലെ മാ യതവഖഫു അലൈഹിൽ ഫിഖ് ഏതൊന്നിൻ്റെ മേലാണ് കുടികൊള്ളുന്നത് ആ ഒന്നിനോട് പറഞ്ഞു. ഫഖീഹിൻ്റെ താരീഫ് പറഞ്ഞു. ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞല്ലോ ഇൽമുൻ ബിൽ അഹ്കാമി അല്ലേ, അല്ലമലിയത്തി ശരീഅത്തി എന്ന് പറയണ്ടല്ലോ. ശറഈയായ കർമ്മപരമായ തെളിവുകളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതായ കൊണ്ടുള്ള അറിവിനാണ് എന്ത് പറയുക? ഫിഖ് എന്ന് പറയുക. അതാണ് ഫിഖ് ഉള്ളൂ. പക്ഷെ ഫഖീഹ് എന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞു? അൽ മുജ്തഹിദ്. മനസ്സിലാണ്ടോ? ഫിഖ് ഇത്രേ ഉള്ളൂ. ഫഖീഹ് ആരെന്ന് വെച്ചപ്പോൾ എന്ത് പറഞ്ഞു? അൽ മുജ്തഹിദ്. ആരാണ്? മുജ്തഹിദ്. ഇത് പിടിച്ചെടുക്കാൻ പറ്റുന്ന ശേഷി ആർക്കുള്ളൂ? മുജ്തഹിദ്. അപ്പം എന്നതുപോലെ ഈ ഫിഖ് നിലകൊള്ളുന്ന ഏതൊന്നിൻ്റെ മേലുള്ള ആ ഒന്നിനെ പറ്റി ഫഖീഹിൻ്റെ താരീഫിൽ പറഞ്ഞതുപോലെ ഉസൂലിൻ്റെ താരീഫിൽ പറയാത്ത കാര്യം ഉസൂലിൻ്റെ താരീഫിൽ അത് പറഞ്ഞു. ഏത്? മുർജിഅത്തിനും സിഫാത്തുൽ മുജ്തഹിദിനും. കാരണം ഉസൂൽ ഫിഖ് അതിൻ്റെ മേലെന്താണ് നിലകൊള്ളുന്ന കാരണമായി. കദിക്രിഹിം അവർ പറഞ്ഞതുപോലെയാണ് ഫി താരീഫിൽ ഫഖീഹിൻ്റെ താരീഫിൽ അവർ പറഞ്ഞതുപോലെയാണ് മാ യതവഖഫു അലൈഹിൽ ഫിഖ് ഏതൊന്നിൻ്റെ മേലാണ് നിലകൊള്ളുന്നത് ആ ഒന്നിനെ കുറിച്ച് ഫഖീഹിൻ്റെ താരീഫിൽ പറഞ്ഞതുപോലെയാണ്. അത് നിന്നാണ് മിൻ ശുറൂത്തിൽ ഇജ്തിഹാദി. ഫിഖ് ഏതൊന്നിൻ്റെ നിലകൊള്ളുന്നവരാണെന്താ? അത് മിൻ ശുറൂത്തിൽ ഇജ്തിഹാദിൻ്റെ ഷർത്തിനാണ് കേട്ടോ. ഷർത്തുകളാണ്. ശുറൂത്തുൽ ഇജ്തിഹാദ് എന്ന് പറയും, സിഫാത്തുൽ മുജ്തഹിദ് എന്ന് പറയും. മനസ്സിലായില്ലേ? സിഫാത്തുൽ ഇജ്തിഹാദ് എന്നൊക്കെ പറയും. അങ്ങനെ പല രീതിയിൽ തന്നെ വ്യാഖ്യാനം അർത്ഥം പേര് പറയപ്പെടും. ഹൈസു ഖാലൂ എൻ്റെ മുസ്ലിം അതിനെ ആളെ വർണ്ണിക്കുന്നുണ്ട്. അത് ഷാരിയുടെ അടുത്ത് പറയാം. ഹൈസു ഖാലൂ ഉലമാക്കളെ പറഞ്ഞ സ്ഥിതിക്ക് അൽ ഫഖീഹു അൽ മുജ്തഹിദ് എന്താ? അൽ ഫഖീഹു അൽ മുജ്തഹിദ്. അൽ ഫഖീഹു ആലിമുൻ ബിൽ അഹ്കാമി ശരീഅത്തിൽ അമലിയത്തി എന്നല്ല പറഞ്ഞത്. മനസ്സിലായോ? അൽ ഫഖീഹു ഫഖീഹാരാണ്? അൽ മുജ്തഹിദ്. ആളാരാണ്? മുജ്തഹിദ് ആവണമെന്നാണ് പറഞ്ഞത്. ഈ മുജ്തഹിദ് എന്ന് വെച്ചാൽ ആരാണ് മുജ്തഹിദ്? ദുദ്ദർജത്തിൽ ഉസ്താ, മധ്യസ്ഥാനീയമായ കഴിവുടയാൾ. അറബിയത്തൻ അറബ് ഭാഷാ സംബന്ധമായി. ഉസൂലൻ അടിസ്ഥാന പ്രമാണങ്ങളെക്കുറിച്ചും ആഖിരി സിഫാത്തുൽ മുജ്തഹിദ്. അങ്ങനെ മുജ്തഹിദിനെ പറ്റി പറയുന്നു. മനസ്സിലായി? അപ്പോൾ ഇപ്പോൾ മുജ്തഹിദ് ഇല്ലല്ലോ, ആർക്കും ഇസ്തിംബാത്ത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ ചില പൊട്ടന്മാരുണ്ട് ഉണ്ടല്ലോ. മനസ്സിലായില്ലേ? ഖുർആൻ നമുക്ക് ഇസ്തിംബാത്ത് ചെയ്ത് നോക്കുമ്പോൾ എടുക്കാമല്ലോ. മനസ്സിലായില്ലേ? അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അള്ളാഹു ഹദീസ് നമുക്ക് ഇസ്തിംബാത്ത് ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഹദീസ് നോക്കുമ്പോൾ കൈ ഇവിടെ കെട്ടിയതായിട്ട് കാണും, ചങ്കത്ത് കെട്ടിയെന്ന് പറയുന്നുണ്ടാവും. മനസ്സിലായില്ലേ? ചങ്ങിൻ്റെ താഴെ കെട്ടിയെന്ന് പറയുന്നുണ്ടാവും, വയറുമ്പോൾ കെട്ടിയെന്ന് പറയുന്നുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് അവൻ എന്ത് ചെയ്യും? നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ കുറച്ചിങ്ങനെ പിടിക്കും, കുറച്ചിങ്ങനെ പിടിക്കും, കുറച്ചിങ്ങനെ പിടിക്കും. ഇതെല്ലാം ചെയ്യണ്ടേ? മനസ്സിലായില്ല? അപ്പോൾ സാധിക്കൂല. മനസ്സിലായല്ലോ പറയണം.
ഒരു മുജ്തഹിദിനെ നമ്മൾ അനുകരിക്കാതെ നമുക്ക് ഇതിൽ നിന്നും ഹുക്കുമെടുക്കാൻ കഴിയില്ല. ഇപ്പം ഞാനിവിടെ നിന്നിട്ട് ഇപ്പോൾ ഒരു കാര്യം ഇപ്പം നിങ്ങളോട് പറഞ്ഞു, നിങ്ങളത് മനസ്സിലാക്കുന്ന പോലെ ഇവിടുത്തെ അറിവുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഞങ്ങളോട് പറഞ്ഞു, അത് നിങ്ങളത് മനസ്സിലാക്കുന്ന ഇവിടെ വരുന്നൊരു സാധനക്കാൻ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ശരിയാണല്ലോ. അങ്കമാലി ദർശനക്കുന്ന സമയത്ത് ഖത്തറിൽ ഞാൻ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക, ഖത്തറിനതാ നോക്കിയതല്ലേ. അപ്പോൾ അവിടെ ഒരു ഒരു വാപ്പ വന്നു, ക്യാമ്പക്കാരൻ അദ്ദേഹം മരിച്ചുപോയി. പാപ്പ വന്ന് അവിടെ അപ്പുറത്തെ കട്ടിലപ്പുറം കട്ടിലുണ്ട്, ചില കട്ടിലും ഇരുത്തി കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇതുപോലെ ഈ സ്പീഡിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ടല്ലോ, മനസ്സിലാവും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. എല്ലാം ക്ലാസ്സിന് അദ്ദേഹം പിള്ളേരെ ഇറങ്ങിപ്പോയി. അപ്പോൾ അദ്ദേഹനോട് ചോദിച്ചാൽ ഇങ്ങനെ പിള്ളേരോട് പറഞ്ഞാൽ പിള്ളേർക്കൊരു മനസ്സിലാവുമെന്ന് ചോദിച്ചു. പിടിക്കൊന്നും തിരിയണില്ല, ഇതെന്തൊക്കെ പറഞ്ഞേ സഫ് നസ്ബ് ജറ് അത് മുലാഫിരിയാണത് മുലാഫാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് എന്ത് വർത്താനായി പറഞ്ഞത്? മലയാളമല്ല അറബിയല്ല, നമുക്കൊന്നും തിരിയുന്നില്ല. മനസ്സിലായി പറയണേ. അപ്പം മധ്യമമായ സ്ഥാനീയമായ കഴിവുടയവനാണ് ആര്? മുജ്തഹിദ് എന്ന് പറയും. അപ്പോൾ പറയും ആകെ നമുക്കില്ല, നമ്മൾ സർഫ് പഠിച്ചില്ലേ, നമ്മൾ നെഹു പഠിച്ചില്ലേ, ആ മനസ്സിലായില്ലേ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. പോക്കറ്റിലൊരു കിതാബ് മലയാളം മാസികയും കയറ്റി വെച്ചു, എപ്പോഴത്തെ ബുക്കും കയറ്റി വെച്ചു, മനസ്സിലായില്ലേ? അങ്ങനെ കഴിയൂല. അവർക്ക് പുറകെ മനസ്സിലാവുന്നുണ്ട്, സാധിക്കുന്ന കാര്യമല്ല അങ്ങനെ, മനസ്സിലായില്ലേ? അങ്ങനെ ചൊവ്വായി കിട്ടിയ ആൾക്കാരെന്ത് ചെയ്യും? സുന്നത്ത് ജമാഅത്തിലേക്ക് വരും. ചിലപ്പോൾ അവിടെ നിന്ന് തെറ്റിദ്ധരിച്ചു പോകും. അങ്ങനെ ഇക്തിബാത്തിലേക്കും പോകുന്നുണ്ട്. അടുത്ത് കണ്ടില്ലേ, മുജാഹിദിനെ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോയി, ജബ്ബാർ മാഷിൻ്റെ കൂടെ ഇക്തിബാത്തിലേക്ക് നിരീശ്വരവാദത്തിലേക്ക് പോയി, മനസ്സിലായില്ലേ? ഇത് ആരും മാപ്പാടെ സ്വത്തൊന്നുമല്ല, അള്ളാഹു തആല നൽകിയുണ്ട്. നൽകിയാൽ മാത്രം, മനസ്സിലായില്ലേ? ഫദ്ലുല്ലാഹി യുഅ്തിഹി മൻ യശാ. മനസ്സിലായി? അപ്പോൾ മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ദുദ്ദർജത്തിൽ ഉസ്ത കേട്ടാ, അറബിയത്തൻ വ ഉസൂലൻ കേട്ടാ, ഉസ്ത മധ്യമ സ്ഥാനീയമായ കഴിവുടയവൻ, അറബിയതൻ അറബ് ഭാഷ സംബന്ധമായിട്ട്, ഉസൂലൻ അടിസ്ഥാന പ്രമാണങ്ങളെ സംബന്ധിച്ചും എന്ന് പറഞ്ഞ് മുജ്തഹിദിൻ്റെ ആ സ്ഥാനമുള്ളവൻ മാത്രമാണ് ആരാവുള്ളൂ? ഫഖീഹാവുള്ളൂ എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ അതിൽ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഫിഖ് കുടികൊള്ളുന്ന ജിത്തിഹാദിൻ്റെ മേലാണ്, അതുകൊണ്ട് അതുൾപ്പെടെയാണ് ഫഖീഹിൻ്റെ താരീഫ് അവർ പറഞ്ഞത്. എന്നതുപോലെ ഞാനും ഉസൂലിൻ്റെ താരീഫിൽ ഉസൂല് കുടികൊള്ളുന്ന മുർജിഹാത്തിനെയും സിഫാത്തുൽ മുജ്തഹിദിനെയും എടുത്തു പറഞ്ഞതാണ്. ലാഖിരി സിഫാത്തുൽ മുജ്തഹിദി, മുജ്തഹിദിൻ്റെ സിഫത്തുള്ള അവസാനം വരെ. അമാ കാലു അവർ പറഞ്ഞില്ല അൽ ഫഖീഹു ഫഖീഹാവുന്നത് ആലിമു ബിൽ അഹ്കാം. ഫിഖ് എന്താ? ഇൽമു ബിൽ അഹ്കാം അല്ലേ? ഫഖീഹാര ആലിമു ബിൽ അഹ്കാം. അങ്ങനെ പറഞ്ഞില്ല, മനസ്സിലായില്ലേ? ഒമാ കാലു ആ ഉലമാക്കൾ പറഞ്ഞില്ല അൽ ഫഖീഹു ഫഖീഹാവുന്ന അൽ ആലിമു ബിൽ അഹ്കാം, ഹുക്കുമുകളെ കൊണ്ട് അറിയുന്നവനെന്ന് പറഞ്ഞില്ല. അതാ കലാമു ഈ പറഞ്ഞത് മുസന്നിഫിൻ്റെ കലാമാണ്. വേറെ കിതാബിലുള്ള അൽ മുവാഫിഖുൽ ലാഹിറിൽ മത്തനി, മുസന്നിഫിൻ്റെ ജമ്മുൽ ജവാമീൻ്റെ മത്തൻ്റെ ലാഹിറിനോട് അമ്മ മനസ്സിലാക്കിയ അർത്ഥത്തോട് യോജിക്കുന്ന മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ കലാമാണ്. ഈ അന്നൽ മുറജിയാത്ത് നിശ്ചയമായ മുറജിയാത്തും സിഫാത്തുൽ മുജ്തഹിദും മുജ്തഹിദിൻ്റെ സിഫത്തുകളുമാവുന്നത് തരീഖുൻ അത് വഴിയാണ് ലിദ്ദലായിലിൽ ഇജ്മാലിയത്തി, ഇജ്മാലിയായ ഫിഖ്ഹിന്റെ തെളിവുകളെ മനസ്സിലാക്കുന്നതിനുള്ള വഴിയാണ് എന്നുള്ള മുസന്നിഫിൻ്റെ മത്തനിനോട് ലാഹിറായി, അതിൽ നിന്നും ലാഹിറായി പ്രകടമായി വരുന്ന അർത്ഥത്തോട് യോജിക്കുന്ന മുസന്നിഫിൻ്റെ കലാമാണ്. അതാര് പറയാണ്? ഷാരിയുടെ അടുത്ത് പറയാണ്, മുസന്നിഫിൻ്റെ കലാമാണ്. അതല്ലാത്തൊരു നിലപാട് ആർക്കുള്ളത്? ഷാരിയും അഹലീമാമിനുള്ളത്. അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞത് എന്താണ്? കലാമു മുസന്നിഫിൻ്റെ കലാമാണെങ്കിൽ മുവാഫിഖുൽ ലാഹിറിൽ മത്തനി, ഈ ജമ്മുൽ ജവാമീൻ്റെ മത്തനിനോട്, ആ ബ്രാക്കറ്റിൽ കിടക്കുന്ന മത്തനിനോട് യോജിക്കുന്ന മുസന്നിഫിൻ്റെ കലാമാണ്. കന്നൽ മുറജിയാത്ത് നിശ്ചയമായ മുറജിയാത്തും സിഫാത്തുൽ മുജ്തഹിദി മുജ്തഹിദിൻ്റെ സിഫത്തുകളുമാവുന്ന തരീഖുൻ അത് മാർഗമാണ്, വേ അത് സ്ട്രീറ്റ് ആണ്. എന്തിനോടൊക്കെയുള്ള ലിദ്ദലായിൽ ഇജ്മാലിയത്തി ഇജ്മാലിയായ തെളിവുകളിലേക്കുള്ള വഴിയാണ് എന്നുള്ള മുസ്ലിമിൻ്റെ കാഴ്ചപ്പാട്, ആ നിലപാട് അതിനോട് യോജിക്കുന്ന അദ്ദേഹത്തിൻ്റെ കലാമാണ്. അല്ലതി അതിൻ്റെ മേൽ ബന അലൈഹി അതിൻ്റെ മേലെടുത്തു, ഈ നിലപാടിൻ്റെ മേൽ മുസ്ലിം റഹ്മത്തുള്ളാഹി തആല കെട്ടിപ്പടുത്തുണ്ടാക്കി. ഈ നിലപാടിൻ്റെ മേൽ മുസ്ലിം എന്ത് ചെയ്തു? കെട്ടിപ്പടുത്തുണ്ടാക്കി. മാലം യുസ്ബഖ് ഇലൈഹി അതിലേക്ക് മുൻകടക്കപ്പെടാത്തത്, അതിലേക്ക് ഇതിനു മുമ്പുള്ള ഉലമാക്കൾ ആരും ചെയ്തിട്ടില്ല, മുൻകടന്നിട്ടില്ല. എല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഉസൂൽ ഫിഖ് ആവുന്നത് എന്താണ്? ദലായിൽ ഫിഖ്ഹിൽ ഇജ്മാലിയത്തു, ഫിഖ്ഹിന് ഇജ്മാലിയ തെളിവുകളുമാണ്. വൽ മുറജിയാത്തു ഫസിഫാത്തുൽ മുജ്തഹിദ് എന്നെല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അതിനെന്ന് പറഞ്ഞു? മഅരിഫത്തു ദലായിൽ ഫിഖ്ഹിൽ ഇജ്മാലിയത്തി ഇജ്മാലിയായ ഫിഖ്ഹിന്റെ തെളിവുകളാണ്. പിന്നെന്താണ്?
വാ വൽ മുറജിയാത്തി വസിബാത്തുൽ മുജ്തഹിദി എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളൂ, എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ശരിയാ. ആരും എന്ത് ഒഴിവാക്കിയിട്ടില്ല, ഈ മുറജിയാത്തിനെയും സിബാത്തുൽ മുജ്തഹിദിനെയും എന്ത് ചെയ്തിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. മനസ്സിലാവുണ്ടോ? മുറജിയാത്തിനെയും സിബാത്തുൽ മുജ്തഹിദിനെയും എന്ത് ചെയ്തിട്ടില്ല, ആരും ഒഴിവാക്കിയിട്ടില്ല. പക്ഷെ ആരൊഴിവാക്കി? മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി എന്ത് ചെയ്തു, അത് ഒഴിവാക്കി. കരുത്ത് ഇത് മതി. മനസ്സിലായില്ലേ? പറയാനുള്ള ധൈര്യം വരുമ്പോൾ വരുമല്ലോ. ചില ബിൽഡിങ് പണിയുമ്പോൾ എഞ്ചിനീയർമാരെല്ലാവരും പറയും, എഞ്ചിനീയർമാരെല്ലാവരും പറയും എന്താണ്, ഇവിടുത്തെ 20 കൊട്ട മണലും 10 കൊട്ട സിമെൻറ്റും നീ ഇടാൻ പറയാമെന്നുള്ളൂ. 10 കൊട്ട സിമെൻറ്റ് ഇടാൻ പറയും. പക്ഷെ ഒരു പോകുന്ന എഞ്ചിനീയർ പറയും ഒരു 16 കൊട്ട സിമെൻറ്റ് ഇട്ടാൽ മതി. മനസ്സിലായില്ലേ? ഇത്ര കൊട്ട മണലിട്ടാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ അതിലെന്ന് പറയും. മനസ്സിലായില്ലേ? ഇവിടെ നമ്മുടെ മൂവാറ്റുപുഴ എഞ്ചിനീയർ, അദ്ദേഹം ബിൽഡിംഗ് കൊണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പില്ലറും ബീമായിരിക്കും. കമ്പി പിന്നെ മൾട്ടിയാണ് ചിലപ്പോൾ, അല്ലെങ്കിൽ ആഡാണ്. അപ്പോൾ ഒരു മിക്ക എഞ്ചിനീയറും പറഞ്ഞ എൻ്റെ ഇരട്ടി കമ്പി അദ്ദേഹം പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു നൈപുണ്യം നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഒരു മഹാരത്തുണ്ടാവും. അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ പെരുമ്പാവൂർ ടൗൺ ജുമാ മസ്ജിദ് കണ്ടിട്ടില്ല നിങ്ങൾ? കയറിയിട്ടുണ്ടോ? വലിയൊരു ഹാളാണ്. കാരണം നമ്മുടെ ഈ ഗ്രൗണ്ടിൻ്റെ അത്രയും വരും. മനസ്സിലായില്ലേ? ഒരൊറ്റ തോന്നില്ല. കുത്തൂബ് മീനാർ അങ്ങോട്ട് പൊങ്ങി വരും, അന്തം കിട്ടും. അങ്ങനെ അടിപൊളിക്കാൻ പേടിയാവും. അത് പൊങ്ങിയതാണ്. അങ്ങനെ പൊക്കിയെന്ന് വെച്ചാൽ ഇന്ന് ഓരോ എഞ്ചിനീയർക്കും പറയാൻ കഴിയില്ല. കുത്തൂബ് മീനാറിന് അടുത്ത ഒരു സ്തൂപമാണ് ഇങ്ങനെ നിൽക്കുന്നത്. സ്തൂപം കല്ലുകളാണ്. ഇതിപ്പോൾ ഇങ്ങനത്തെ സ്തൂപം ഉണ്ടാക്കാൻ എങ്ങനെയാണ്? കോൺക്രീറ്റ് ആണ്. കണ്ടില്ലേ? കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുക. ഇത് കല്ലുകൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോ ഇന്നത്തെ 10 ആൾ പിടിച്ചാൽ പൊങ്ങൂല, അങ്ങനത്തെ കല്ലുകളാണ്. വലിയ ആനക്കല്ല് എന്ന് വെച്ചാൽ ഭയങ്കര ഈ ഷീറ്റിൻ്റെ ഒരു ഏകദേശം പകുതി വരുന്ന വലിപ്പമുള്ള കല്ലാണ്. ആ കല്ലെടുത്ത് പൊക്കി ഇങ്ങനെ വച്ച് 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 അപ്പോൾ അങ്ങനെ അടിപ്പിക്കുന്ന പേടിയാവും. അത് പെടുന്ന കടന്നു. അപ്പോൾ ആൾക്കാർ പല കഥകളും പറയാം, ജിന്നുകളായിരുന്നു എന്നിങ്ങനെ പറയും. മനസ്സിലായല്ലേ? അപ്പോൾ ഒരു കാര്യത്തിൽ മഹാരത്ത് നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാണ് അതിൻ്റെ ശേഷി വേറെയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു? അല്ലദീ ബന അലൈഹി മാൽ മിസ്ബഖലി, അതിൻ്റെ മേലെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല രൂപപ്പെടുത്തി ഒരു തീരുമാനത്തെ, ഒരു അഭിപ്രായത്തെ, ഒരു വീക്ഷണത്തെ എല്ലാം ഇസ്ബഖിലൈഹി, ആ അഭിപ്രായത്തിലേക്ക്, ആ രീതിയിലേക്ക്, അതായത് മുർജിയാത്തിനെ സിഫാത്തുൽ മുജ്തഹിദിനെ തരീബിൽ പെടുത്താതിരിക്കുക എന്നുള്ള തീരുമാനത്തിന് മുസന്നിഫ് എത്തി. കമാ കാല, മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അത് പറഞ്ഞിട്ടുണ്ട്. അത് മുസന്നിഫ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ തീരുമാനം എന്താ? മിൻ ഇസ്കാത്തിഹാ, ഈ മുറജിയാത്തിനെ സിഫാത്തുൽ മുജ്തഹിദിനെ വീഴ്ത്തിക്കളയലിനാൽ, ഒഴിവാക്കലിനാൽ, മിൻ തരീഫിൽ ഉസൂലിന്റെ താരീഫിൽ ഈ നമ്മൾ ചർച്ച മാലിമാൻ പറയണം. മാലിമാവിന് നിലപാടെന്താ? അതും കൂടി വേണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. മാലിമാൻ അദ്ദേഹം അതിന് പോകുന്ന ആളാണ്. അശാരിഹ എന്ന് ഷാഫി മദീബ് പറഞ്ഞാരാ? മാലിമാൻ. അത്രയും ഷറഹ് എഴുതിയിട്ടുണ്ട്. വേറെ ചേർത്ത് പറയണ്ട. അശാരി അതാരാ? മാലിമാൻ. വേറെ ഷുറൂഹ് എഴുതി നമ്മൾ കണ്ടിട്ടില്ല. ദൂരം ഷെറുഹ് കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാം പഠിച്ചു പോകുന്നുണ്ട്. ഈ കുത്തുബഖാനിൽ എത്രയോ ഷെറുഹുകളുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഒരുപാട് ആലിമ്യങ്ങളും മുൻഗാമികളും പിൻഗാമികളായിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഷാരിഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന, ഷാഫി ഫിഖ്ഹി ലോകത്ത് അറിയപ്പെടുന്ന ഒരേ ഒരാളാണ് അപ്പോൾ അദ്ദേഹം പറയാണ് നീ അറിയുന്നവനാണ്. നമ്മൾ പറയാ നീ അറിയുന്നവനാണ്. ഇമ്മാ തഖദ്ദമ, മുൻ പറഞ്ഞ വിശദീകരണത്തിൽ നിന്നും ബി അന്ന തരീഖുൽ ദലായിൽ തഫ്സീലിയത്തി, അത് ഇജ്മാലിയായ തെളിവിൻ്റെ വഴിയല്ല. ഏത്? മുർജിയാത്തി സിഫാത്തുൽ മുജ്തഹിദ്. ബി അന്ന നിശ്ചയമാ അതാവുന്ന തരീഖുൽ ദലായിൽ തഫ്സീലിയത്തി, എന്താണ്? തഫ്സീലിയായ തെളിവിൻ്റെ, അഥവാ നിസ്കാരത്തെക്കുറിച്ച് പറയുന്ന നിർദ്ദേശം, നോമ്പിനെ കുറിച്ചുള്ള നിർദ്ദേശം, ഓർഡറുകൾ, കൽപ്പനകൾ, മനസ്സിലായില്ലേ? ഹജ്ജിനെ കുറിച്ചുള്ള കൽപ്പന, മദ്യം കഴിക്കാൻ പാടില്ല എന്ന നിരോധനം, മനസ്സിലായില്ലേ? വ്യചരിക്കാൻ പാടില്ല നിരോധനം, ഇതുപോലെ തഫ്സീലിയ തെളിവുകളുണ്ടല്ലോ, ആയത്തുൽ ഹദീസും. അതിൻ്റെ വഴിയാണത് ഈ മുർജിയാത്തും സിഫാത്തുൽ മുജ്തഹിദും. എന്തിൻ്റെ വഴിയല്ല? ഇജ്മാലിയ ഫിഖ്ഹിൻ്റെ വഴിയല്ല. അറിയില്ല, മനസ്സിലായില്ല? അതാണ് ആരുടെ നിലപാട്? മഹല്ലിമാ റഹ്മത്തുള്ളാഹി. ഫാൻത ഖബീർ, നീ അറിയുന്നതാണ്. മാ തഖദ്ദമ, മുൻ പറഞ്ഞു ബി അന്ന നിശ്ചയമായി മുർജിയാത്തും സിഫാത്തുൽ മുജ്തഹിദും തരീഖുൽ ദലായിൽ തഫ്സീലിയത്തി, തഫ്സീലിയായ ഫിഖ്ഹിൻ്റെ തെളിവുകളുടെ വഴിയാണ്. അങ്ങനെ തഫ്സീലിയ തെളിവുകൾ പരസ്പരം കൊമ്പ് കോർക്കുമ്പോൾ അവിടുന്ന് മുർജിയാത്തുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഇതാണ് ഇവിടുത്തെ തെളിവ്,
എന്ന് കണ്ടുപിടിക്കാനുള്ള ശേഷി ആക്കുണ്ട് ആരാ മുജ്തഹിദ്. അപ്പോൾ അത് അതിൻ്റെ വഴിയാണ്, ഇതിൻ്റെ അല്ല അതിൻ്റെ തലതൊട്ടപ്പനായ ഇജ്മാലിയുടെ വഴിയല്ല എന്നാണ് ആരുടെ നിലപാട്. അസ്സലാമു അലൈക്കും.